ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസഫ് അലി, മസ്ക്, സ്റ്റീവ് ജോബ്സ്, ഈ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള കുറേ ശീലങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള കുറേ ശീലങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. കോമൺ ആയിട്ട് അവർ രാവിലെ ചെയ്യുന്ന 6 മോർണിംഗ് ഹാബിറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ശീലങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഇവർ വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കും അത്തരത്തിലുള്ള ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ജീവിതം കുറച്ച് സക്സസ്ഫുൾ ആക്കി നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണം, കുറച്ചുകൂടി ഉഷാറാക്കണം, കുറച്ചുകൂടി അടിപൊളിയാക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ 6 ശീലങ്ങളാണ് രാവിലെ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഡേ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡേയുടെ ടോൺ നിശ്ചയിക്കുന്നത് നിങ്ങളെ രാവിലെ എണീറ്റ് ചെയ്യുന്ന ഒരു 5 or 6 പ്രവർത്തികൾക്ക് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു ഡേ കംപ്ലീറ്റ് ഏത് മൂഡിൽ പോകണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് മോർണിംഗ് ഹാബിറ്റ്സിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒന്നാമത്തെ പോയിന്റാണ് സൈലൻസ് എന്ന് പറയുന്നത്. എന്താണ് സൈലൻസ്? സൈലൻസിനെ നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ പ്രാർത്ഥന എന്ന് പറയാം, യോഗ എന്ന് പറയാം, മെഡിറ്റേഷൻ എന്ന് പറയാം, നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ വിളിക്കാം. ഒരു സയൻറ്റിഫിക് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ സൈലൻസ് എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്ന് ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രക്രിയകൾ ഏതെങ്കിലും പ്രോസസ്സ് ചെയ്യുക. അതായത് നിങ്ങളോട് തന്നെ സംസാരിക്കുക, കണ്ണടച്ചിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് സംസാരിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു അദൃശ്യ ശക്തിയോട് സംസാരിക്കുക. നിങ്ങൾ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്ന് നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് സൈലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നോർമലി നമ്മളിപ്പോൾ എന്താ ചെയ്യുന്ന, രാവിലെ എല്ലാവരും എണീറ്റ് വരുന്നു, ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഈശ്വര എൻ്റെ മൊബൈലിൽ എത്ര നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോക്കട്ടെ, ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റിന് എത്ര ലൈക്ക് വന്നിട്ടുണ്ട് നോക്കട്ടെ, എത്ര കമൻറ്റ് വന്നിട്ടുണ്ട് നോക്കട്ടെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് ഞാൻ നോക്കട്ടെ. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾ രാവിലെ എണീറ്റ് വന്നാൽ ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ മൊബൈൽ ഫോൺ ഓടിപ്പോയി എടുക്കാതെ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മളും ആ ഒരു ദൈവം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും തമ്മിലുള്ള ഒരു സംസാരം നടത്തുന്ന ഒരു പ്രോസസ്സ് എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈലൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി കൂടും, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. ഫിസിക്കൽ ഹെൽത്തിനോട് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കേട്ടോ. 3 കാര്യങ്ങൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ സൈലൻസ് കമ്പൽസറി ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ പോയിന്റാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അഫർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കലണ്ടറിൻ്റെ അടിയിൽ പുള്ളിക്കാരൻ എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ 5 ആഗ്രഹങ്ങൾ, 5 ഡ്രീംസ്, 5 ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു സിമിലർ പ്രോസസ്സാണ് ഇവരോട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്താകണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുകയും നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എടുത്തിട്ട് അതൊന്നും മറച്ചു നോക്കി അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ ആ ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് വീണ്ടും പതിയുകയും നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ പോകണം, എവിടെ എത്തണം എന്നുള്ളൊരു ക്ലാരിറ്റി ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രോസസ്സിനാണ് നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ജേർണലിംഗ് മെത്തേഡിൽ പറഞ്ഞു. അപ്പോൾ എന്നും രാവിലെ ഡയറി തുറക്കുമ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മൾ കാണുന്നത് ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് 100K സബ്സ്ക്രൈബേഴ്സ് ആക്കണം ഈ വർഷം കൊണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 89,000 ആണ് ആയിട്ടുള്ളത്. ഇനി ഒരു 11,000 സബ്സ്ക്രൈബറും കൂടി ഈ വർഷം കൊണ്ട് അച്ചീവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ട് അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒന്നും കൂടി കൺഫേം ആക്കിയതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൂട്ടുന്ന പ്രോസസ്സാണ് അഫർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനൊന്നും അധികം സമയം വേണ്ട കേട്ടോ. ഒരു ഡയറിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു 4-5 വരി വായിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. 3ാമത്തെ പോയിന്റാണ് കേട്ടോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ന്യൂ ഇയർ ആയിട്ട് റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ജിമ്മിന് പോകുന്നു, 6 പാക്ക് ബോഡി ആക്കുന്നു നമ്മൾ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തീരുമാനിക്കും. എന്നാലും നമ്മൾ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മളിത് വിടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് നന്നാക്കണം, സ്പോക്കൺ ഇംഗ്ലീഷ് അടിപൊളിയാക്കണം. അപ്പോൾ അത് ഞാൻ വിഷ്വലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ കാണുകയാണ്, നിങ്ങളൊരു TEDxൻ്റെ അല്ലെങ്കിൽ TED ടോക്കിൻ്റെ സ്റ്റേജിൽ കയറി നിന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ് ഓഡിയൻസിനോട്.
ഒരു വർഷത്തിനോ 2 വർഷത്തിനോ ശേഷം നിങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ആളുകളെല്ലാം കേൾക്കുന്നു, കൈയടിക്കുന്നു, ഭയങ്കര മോട്ടിവേഷൻ സ്റ്റോറി ആക്കിയിട്ട് ഇത് ഭയങ്കര വൈറലായിട്ട് പോകുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ബാക്കിലോട്ട് അടിക്കണം. ഞാൻ അങ്ങനെ അവിടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടണം, എൻ്റെ വൊക്കാബുലറി കൂട്ടണം, എൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ കൂട്ടണം, എൻ്റെ സംസാരിക്കുന്ന ശൈലി കൂട്ടണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് ഇതൊക്കെ പഠിക്കണം. നമ്മൾ ഒരുപാട് സമയം, ഒരുപാട് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് സമയം നമ്മൾ കേൾക്കണം. കേൾക്കാൻ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്ന, ലിസണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാര്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 4മത്താണ് എക്സസൈസ്. നമ്മളിൽ ഭൂരിഭാഗം മലയാളികൾക്കും ഇല്ലാത്തൊരു സംഭവമാണ് എക്സസൈസ്. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഞാൻ രാവിലെ എണീറ്റ് 8 മണി തൊട്ട് രാത്രി 7 മണി വരെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോലിയുടെ ഉള്ളിൽ തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരുപാട് നടക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ എവിടെയാണ് നേരം എന്ന് നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു പ്രോസസ്സ് അത് ചെയ്തതുകൊണ്ട് ബോഡിക്ക് കാര്യമായ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ബോഡി അതിൽ സെറ്റാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അത് വിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ എല്ലാ ജോയിൻ്റ് അനങ്ങളോ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുള്ളൂ, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആവുള്ളൂ. നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് കുറയ്ക്കുന്നതിന് വരെ ഈ എക്സസൈസ് സഹായിക്കും. എന്താണ് ബയോളജിക്കൽ ഏജ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? ക്രോണോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജും പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രോസസ്സിനെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ന്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി 10-73 വയസ്സായിട്ട് നിങ്ങൾ പോരല്ലേ ഒരു 50 വയസ്സേ തോന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വയസ്സ് ഇപ്പോൾ ചിലപ്പോൾ ഒരു 55-60 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹം ജനിച്ചത് കണക്കാക്കുമ്പോഴാണ് 73 വയസ്സ് നമ്മൾ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോൾ നിങ്ങൾ ബയോളജിക്കലി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വയസ്സ് ഒരുപാട് കുറവായിരിക്കും. അതുകൊണ്ടാണ് മൂപ്പർ ഇത്ര ഉഷാറോടുകൂടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടൊരു കാര്യമാണ് നിങ്ങൾ അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും എക്സസൈസ് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, മിക്ക ആളുകളും അറ്റ്ലീസ്റ്റ് അവർ യോഗ ചെയ്യുന്നുണ്ടാവും, നടക്കാൻ പോകുന്നുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു ചെറിയ എക്സസൈസ് അവരവരുടെ മൈൻഡിനും ബോഡിക്കും കൊടുക്കുന്നുണ്ടാവും കേട്ടോ. 5ാമത്തെ പോയിന്റാണ് കേട്ടോ റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ റീഡിങ് എല്ലാത്തിലും കയറി വരുന്നുണ്ടല്ലോ ഈശ്വര? ഒരു ദിവസം 5-6 മിനിറ്റ് വായിച്ചാൽ കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് വിത്ത് സയൻറ്റിഫിക് പ്രൂഫായിട്ട് നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടല്ലോ. ആ പോയി നോക്കിയാൽ മതി. വൈ ഷുഡ് ഐ റീഡ് എന്ന് പറഞ്ഞിട്ട്, എന്തുകൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു പോയിന്റാണ്, ഭയങ്കരമായിട്ട് അവർ കാര്യമായിട്ട് രീതിയിൽ വായിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ വാരൻ ബഫറ്റ് ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയാം. ഈ ഏറ്റവും പൈസക്കാരായിട്ടുള്ള വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ് വാരൻ ബഫറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനി കഴിഞ്ഞ വർഷം അവരുടെ സിഇഒന് കൊടുത്ത റവന്യൂവിൻ്റെ 5-6 ഇരട്ടിയാണ് പൈസ ഇദ്ദേഹത്തിന് പ്രോഫിറ്റായിട്ട് കൊക്കക്കോള കമ്പനിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. കോടികളുടെ ആസ്തിയുള്ള ഒരു പുള്ളിക്കാരനാണ് വാരൻ ബഫറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വീട്ടിലിരിക്കുക, ഓൺലൈനിൽ ട്രേഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഇതാണ് മൂപ്പരുടെ പരിപാടി. ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇദ്ദേഹം ഏകദേശം 5 മുതൽ 6 മണിക്കൂർ സമയം വരെ ഒരു ദിവസം പുസ്തകം വായിക്കാൻ ചെലവഴിക്കുന്നതാണ് പറയുന്നത്. I probably read 5 to 6 hours a day. I don't read as fast now as when I was younger, but I read 5 daily newspapers. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത്രയും തിരക്കുള്ളൊരു വ്യക്തി, ഇത്രയും ബിസി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇത്രയധികം കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പറയാണ് 6 മണിക്കൂർ ഞാനൊരു ദിവസം പുസ്തകം വായിക്കാൻ ചെലവഴിക്കുന്നത്. അപ്പോൾ പുസ്തകം വായനയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം 6 മണിക്കൂർ ചെലവഴിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മിഷേൽ ഒബാമ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഈ ബറാക് ഒബാമ ഹീസ് എ വൊറേഷ്യസ് ലീഡർ എന്നാണ് പറയുന്നത്. അതായത് പുസ്തകം വായിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ, അത്രയധികം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശശി തരൂർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം വന്നിരുന്ന സമയത്ത് ഒരു വർഷം കൊണ്ട് 365 പുസ്തകങ്ങൾ വായിച്ച് തീർത്ത ഒരു ചലഞ്ചിലൂടെയാണ് അദ്ദേഹം ഇത്രയധികം വായനയോട് അറ്റാച്ച്ഡ് ആയി പോയതും ഇത്രയധികം അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ആയതുമെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം മാറി മറിയുന്നുണ്ട്. പേഴ്സണൽ ലൈഫായാലും പ്രൊഫഷണൽ ലൈഫായാലും നിങ്ങളുടെ എന്ത് ആറ്റിറ്റ്യൂഡ്, ചിന്താഗതി, അപ്രോച്ച്, എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാനായിട്ട് പുസ്തകം എന്ന് പറയുന്ന ഒരു സാധനത്തിന് സാധിക്കും. ഒരു ദിവസം 5 മുതൽ 6 മിനിറ്റ് വരെ മാത്രം വായിച്ചു തുടങ്ങിയാൽ മതിയെന്നേ. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഈ വാരൻ ബഫറ്റ് വായിച്ച പോലെ നിങ്ങൾക്ക് പുസ്തകം വായിക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കൊക്കെ മാറും. അത് കുറച്ച് കാലം എടുത്തിട്ടേ മാറുള്ളൂ. പക്ഷേ തുടക്കത്തിൽ നമ്മൾ 5 മുതൽ 6 മിനിറ്റ് വരെ മാത്രം വായിച്ചാൽ മതി. പക്ഷേ മറക്കാതെ എല്ലാ ദിവസവും വായിക്കണം. 6ാമതൊരു പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. സ്ക്രിബിളിങ്, കുത്തിക്കോറി വരയ്ക്കുക, അല്ലെങ്കിൽ ജേണലിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡാണ് ഒരു 6ാമത്തെ പോയിന്റ് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. നിങ്ങൾ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിനെ എടുത്തോ, ഇൻ്റർനാഷണൽ ലെവലിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് വ്യക്തിനെ എടുത്താലും ഇവരെല്ലാവരും ഒരു ജേണൽ കീപ്പ് ചെയ്യുന്ന ആളായിരിക്കും. എന്താണ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഡയറീനാണ് ഒരു ജേണൽ എന്ന് പറയുന്നത്.
ഡയറി എഴുതുക നമ്മുടെ മലയാളത്തിൽ പറയില്ലേ, അതേ പ്രോസസ്സാണ്. നിങ്ങൾ മിക്ക ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും, അവിടെ ഒരു ഡയറി എഴുതിയിട്ടൊക്കെ എന്ത് കിട്ടാനാ അല്ലേ, എന്ത് കിട്ടാനാ. പക്ഷേ നമ്മൾ തിരിച്ചറിയാത്ത, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് അറിയാത്തത് കൊണ്ട് അത് കാര്യമില്ലാത്തൊരു പ്രോസസ്സാണെന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ വിധി എഴുതരുത് അല്ലേ. ഞാൻ കഴിഞ്ഞ തവണ ജേർണലിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് പേര് ചോദിച്ചു, ചേട്ടാ ഇത് എഴുതിയിട്ട് എന്ത് കിട്ടാനാ, ഒരു ഡയറി എഴുതിയിട്ട് എന്ത് കിട്ടാനാ. അപ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സാധനത്തിന് എന്തോ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്, സത്യമല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2023 ജനുവരി 1 ഞാനൊരു ഫസ്റ്റ് പേജ് ഡയറി എഴുതി. അതേ 2023 ഡിസംബർ 31 ഞാനൊരു പേജ് ഡയറി എഴുതുന്നു. ഈ 2 പേജും തമ്മിൽ നിങ്ങൾ ഒരൊറ്റ മിനിറ്റിൽ നിന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒരൊറ്റ വർഷം കൊണ്ട് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ, നിങ്ങളുടെ അപ്രോച്ചിൽ എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കും. ഈ ജേർണലിംഗ് മെത്തേഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ വിഷൻസ് ക്ലിയർ ആയിരിക്കും, നമ്മുടെ പാത്ത് ക്ലിയർ ആയിരിക്കും, നമ്മൾ പോകുന്ന വഴികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ അടി കിട്ടും. അടുത്തൊരു മെയിൻ പോയിൻ്റാണ്, നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു ടാർഗറ്റ് നമ്മളെപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വെയിറ്റ് ലോസ് ജേണി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം, ഒരു വെയിറ്റ് ലോസ് ജേണി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ ഇവർ കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചുകൊണ്ട് വരും. പക്ഷേ നിങ്ങളതിനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നത്തെ തടിച്ച രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷം പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തി വരും, നീ ഒരുപാട് മെലിഞ്ഞല്ലോ. നേരെ മറിച്ച് നിങ്ങൾ ദിവസവും കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ചേഞ്ച് ഒരിക്കലും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇവരെല്ലാ ദിവസവും നിങ്ങളൊരു 50-100 ഗ്രാം കുറയുന്നത് എല്ലാ ദിവസവും കാണുന്നുണ്ട്, അവർക്ക് അതൊരു ചേഞ്ചായിട്ട് ഫീൽ ആകുന്നില്ല. അപ്പോൾ നമ്മളെന്ന് ചിന്തിക്കും, ഞാൻ കാര്യമായിട്ട് വണ്ണൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ 1 വർഷം മുൻപ് 2 വർഷം മുൻപ് കണ്ടൊരു വ്യക്തി പറയും, ഇല്ലടാ നീ ഒരുപാട് മാറിയിരിക്കുന്നു, എങ്ങനെ പറയും അല്ലേ. നമ്മൾ ഒരു വർഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്ന് മാറി 1 വർഷം 2 വർഷം കഴിഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് പേഴ്സണലി തോന്നുന്നു, ഇല്ല ഞാനങ്ങനെ കാര്യമായിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതറിയണമെന്നുണ്ടെങ്കിൽ 1 വർഷം മുൻപത്തെ നിങ്ങളുടെ ഇംഗ്ലീഷിലെ റൈറ്റിംഗ് സ്കിൽ എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും, ഷടാ ഞാൻ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, അതിൽ നിന്ന് ഞാൻ ഇത്രയും കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജേർണലിംഗ് മെത്തേഡ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് തുടക്കത്തിൽ ഭയങ്കര സില്ലിയായിട്ട് തോന്നും, ഒരു കാര്യമില്ലാതെ ഞാൻ വെറുതെ തള്ളുന്നതെന്ന് തോന്നും. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു 1 ഇയർ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പോഴുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും, ഞാനൊരു മാസം 2 മാസമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത്, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല, എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല എന്ന് പറയും. പക്ഷേ സത്യത്തിൽ നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ അത്ര എളുപ്പത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നുമല്ല, നമ്മളൊരു മാജിക് ഒന്നല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് വേറൊരു ലെവലിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിന് ഇത്ര നാൾ ഡെവലപ്പായി വന്നതുപോലെ അത് മാറി വരാനും അത്യാവശ്യം സമയം എടുക്കും എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം അല്ലേ. പെട്ടെന്നൊന്നും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യരുത്. ഒരു സൂത്രപ്പണിയിലൂടെ ഒരിക്കലും സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഈ പല ആളുകളും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താണ്, ചേട്ടാ അടുത്ത ടിപ്പൊന്നും പറയാനില്ലേ, അടുത്ത എന്ത് മെത്തേഡാണ് ട്രൈ ചെയ്യേണ്ടത്. ബേസിക്കലി ഞാനിപ്പോൾ ഇത്രയും വീഡിയോകൾ ചെയ്തതിനകത്തൊരു 50-100 മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു 50-100 മെത്തേഡിൽ 5-6 മെത്തേഡ് മാത്രം മതി നിങ്ങൾക്ക് ഒരു ഭാഷ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ട്. പക്ഷേ നമ്മളെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇനിയും പുതിയത് ഒരു സാധനം കൂടി വരും, അത് കേൾക്കാം. നമ്മൾ എല്ലാ ഓപ്ഷനുകളും കേൾക്കുന്നു എന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഇതിലുള്ള ഒന്നും ട്രൈ ചെയ്യുന്നില്ല, നമ്മൾ അതിലൊന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ആയി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നത് കേട്ടോ. പ്രശസ്ത എഴുത്തുകാരനായ ഹാൽ എൽറോഡ് അദ്ദേഹത്തിന് മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ 6 പോയിന്റായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 6 മോർണിംഗ് ഹാബിറ്റ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാബിറ്റ് ഏതാണ്, നിങ്ങൾ ഏത് ഹാബിറ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? 6ഉം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷേ ഏതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് കേട്ടോ. നമ്മളിടുന്ന വീഡിയോകളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ആ വാട്സപ്പ് ചാനലിലാണ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ടേക്ക് കെയർ, ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.